2023 ഓഗസ്റ്റ് മാസം എറണാകുളം നോർത്ത് സ്റ്റേഷൻ പരിധിയിലുള്ള കൈപ്പള്ളി ലൈനിൽ ഒരു ഓയോ ലോഡ്ജിൽ അവിടെ ഒരു സ്ത്രീക്ക് പരിക്കേറ്റതായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ വന്ന് അന്ന് നോർത്ത് പോലീസ് സ്റ്റേഷനിലെ രാത്രിയിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്ന പോലീസ് ഓഫീസറും പാർട്ടിയും കൂടെ കൂടി അവിടെ എത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഏകദേശം ഒരു 10-30 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ, അവരുടെ ദേഹത്ത് മുഴുവൻ ചോരയാണ്, അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ അന്നേരം ഒരു പുരുഷനുണ്ടായിരുന്നു. ഈ സ്ത്രീക്ക് പരിക്ക് പറ്റിയതുകൊണ്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടത്താതെ അപ്പം തന്നെ ഈ സ്ത്രീയെ ഒരു ആംബുലൻസിൽ കയറ്റി, അതുപോലെ കൂടെ ഉണ്ടായിരുന്ന ആളെ കൂടെ കൂട്ടി സബ് ഇൻസ്പെക്ടറും പാർട്ടിയും ലിസി ആശുപത്രിയിലെത്തി. അങ്ങനെ ലിസി ആശുപത്രിയിലെത്തി പരിശോധന നടത്തിയപ്പോൾ ഈ സ്ത്രീ ഇവർക്ക് ദേഹത്ത് കുത്തേറ്റിട്ടുണ്ട്. ആ കുത്തിൻ്റെ കാഠിന്യം കൊണ്ട് അവർ മരിച്ചു എന്നുള്ള കാര്യം മനസ്സിലായി. തുടർന്ന് ഈ കൂടെ ഉണ്ടായിരുന്ന ആളെ അപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി SI അയാളോട് ചോദിച്ചപ്പോൾ അയാളുടെ പേര് നൗഷിദ് എന്നാണെന്നും അയാൾ ഈ ഓയോ ഹോമിൻ്റെ കെയർ ടേക്കറാണെന്നും അയാളുടെ ഒരു ബന്ധുവാണ് ഈ ഓയോ ഹോമിൻ്റെ ലോഡ്ജിൻ്റെ ഉടമസ്ഥൻ. ഈ പരിക്കേറ്റ് മരിച്ച സ്ത്രീ ഇയാളുമായിട്ട് കഴിഞ്ഞ 3 കൊല്ലമായിട്ട് അവർ കാമുകന്മാരാണ്. ഇതിനു മുമ്പ് ഏകദേശം 2 കൊല്ലത്തോളം അവർ ഒരുമിച്ച് ലോഡ്ജിൽ താമസിച്ചിരുന്നു. ഇപ്പോൾ ഇയാൾ ഓയോ ഹോമിലെ കെയർ ടേക്കറായിട്ട് വന്നതിനെ തുടർന്ന് അയാൾ ഓയോ ഹോമിലും അതുപോലെ തന്നെ അവർ ഒരു ലേഡീസ് ഹോസ്റ്റലിലുമാണ് താമസിക്കുന്നത്. അവർ ചങ്ങനാശ്ശേരി സ്വദേശിനിയാണ്. അവിടെ നിന്ന് കൊച്ചി സിറ്റിയിലേക്ക് ജോലി തേടി വന്നതാണ്. അവിടെ വച്ച് അവർ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട് പ്രേമത്തിലാവുകയും അങ്ങനെ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. ഈ സംഭവം നടന്ന ദിവസം അവർ ലേഡീസ് ഹോസ്റ്റലിൽ നിന്ന് നൗഷിദിനെ കാണാൻ വന്നതായിരുന്നെന്നും നൗഷിദും അവരും കൂടി സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഓയോ ലോഡ്ജിലെ മറ്റൊരു റൂമിലെ വരുന്ന താമസക്കാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി നൗഷിദ് അങ്ങ് മാറിയ സമയത്ത് ഒരാൾ വന്ന് മരിച്ച സ്ത്രീയെ കുത്തിപ്പരിക്കേൽപ്പിച്ചിട്ട് അവിടെ നിന്ന് ചാടി രക്ഷപ്പെടുകയാണ് ഉണ്ടായതെന്നും ആണ് നൗഷിദ് ആ സമയത്ത് മൊഴി പറഞ്ഞത്. അപ്പോൾ അയാളുടെ മൊഴി അത്ര വിശ്വസനീയമല്ലാത്തതുകൊണ്ടും അയാൾ രക്ഷപ്പെട്ടു പോയാൽ അയാളെ പിന്നെ കണ്ടെത്തേണ്ടതുള്ളതുകൊണ്ടും ആ സമയത്തുണ്ടായിരുന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഓഫീസർ, അവിടെ ലിസി ഹോസ്പിറ്റലിൽ ഇവരുമായിട്ട് പോയ ഓഫീസർ അയാളുടെ മൊബൈൽ ഫോൺ മേടിച്ച് വയ്ക്കുകയും അതുപോലെ തന്നെ അയാളെ ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഈ മരിച്ച സ്ത്രീയുടെ മരണത്തിൻ്റെ കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികൾ ആരംഭിച്ചു. അവരുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞപ്പോൾ അവരുടെ ശരീരത്തിൽ മാരകമായ, കഴുത്തിലടക്കം മാരകമായ കുറേ കത്തിക്കുത്തുകൾ ഏറ്റിട്ടുണ്ട്. അങ്ങനെ ആ കത്തിക്കുത്തിൻ്റെ കാഠിന്യം കൊണ്ട് അവർ മരണപ്പെട്ടതാണ്. ഈ ഓയോ ലോഡ്ജിലെത്തി പോലീസ് കേസിൻ്റെ അന്വേഷണം തുടങ്ങി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഈ നൗഷിദിനെ കൂടാതെ വേറെ 2 ജോലിക്കാരും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ അവിടെ ചില ബഹളങ്ങളൊക്കെ കേട്ടിട്ട് ഈ ഓയോ ലോഡ്ജിൻ്റെ ഉടമസ്ഥനെ ഫോണിൽ വിളിച്ച് പറഞ്ഞ പ്രകാരമാണ് ഓയോ ലോഡ്ജിൻ്റെ ഉടമസ്ഥൻ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം വിളിച്ച് പറയുകയും പോലീസ് അവിടെ ചെല്ലുകയും ചെയ്തത്. ഈ മരിച്ച സ്ത്രീക്ക് എങ്ങനെ ഈ പരിക്ക് പറ്റിയെന്നുള്ള കാര്യത്തെക്കുറിച്ച് നൗഷിദിനോട് ചോദിച്ചിട്ട് ഇയാൾക്ക് ഈ പറഞ്ഞ ഈ കഥയല്ലാതെ വേറെ മറ്റു കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നില്ല. തുടർന്ന് ഈ മരിച്ച സ്ത്രീയുടെ ബന്ധുക്കളെയൊക്കെ കണ്ടെത്തി അവരെ കണ്ട് മൊഴിയെടുത്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഇവർക്ക് ശത്രുക്കളുള്ളതായിട്ടോ അല്ലെങ്കിൽ ഇതിന് എങ്ങനെ ഈ സംഭവം സംഭവിച്ചു എന്നുള്ള കാര്യം ആ സമയത്ത് കൃത്യമായിട്ട് മനസ്സിലായില്ല. സാക്ഷികളായിട്ടുള്ള ഓയോ ലോഡ്ജിലെ ജോലിക്കാരെയും അവിടെ താമസക്കാരെയും ഒക്കെ കണ്ട് ചോദിച്ചു. പക്ഷേ കേസിലേക്ക് എന്തെങ്കിലും സഹായകരമായ തെളിവുകളൊന്നും കിട്ടിയില്ല. നൗഷിദിനെ പല രീതിയിൽ ചോദ്യം ചെയ്തെങ്കിലും നൗഷിദ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അയാൾ മൊഴി പറഞ്ഞുകൊണ്ടിരുന്നത്. നൗഷിദിൻ്റെയും അതുപോലെ തന്നെ മരിച്ച സ്ത്രീയുടെയും മൊബൈൽ ഫോണുകൾ ഈ കൃത്യസമയത്ത് തന്നെ പോലീസ് ബന്ദോബസ്തിലെടുത്തിരുന്നു. സാധാരണ ഫോൺ രേഖകളും എല്ലാം CDRും ഒക്കെ എടുത്ത് പരിശോധിക്കുന്നതാണ്. നൗഷിദിൻ്റെ ഫോണും അതുപോലെ മരിച്ച സ്ത്രീയുടെ ഫോണിൻ്റെയൊക്കെ CDR എല്ലാം എടുത്ത് പരിശോധിച്ചിരുന്നു. ആ രീതിയിലുള്ള അന്വേഷണമൊക്കെ നടത്തിയിരുന്നു. കൂടുതൽ പരിശോധനകൾ ആ ഫോണിലേക്ക് നടത്തിയിരുന്നില്ല. ഇങ്ങനെ ഒരാൾ വന്ന് കുത്തിക്കൊന്നിട്ട് പോയതാണ്. പക്ഷേ അയാൾ ആരാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു പ്രത്യേകിച്ച് തെളിവുകളൊന്നും കിട്ടാതിരിക്കുകയും അന്വേഷണത്തിൽ പ്രത്യേകിച്ച് മുന്നോട്ടൊന്നും പോകാതിരിക്കുന്ന സമയത്താണ് ഈ നൗഷിദിൻ്റെ ഫോണ് ഈ അന്വേഷണ സംഘത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് നോക്കിയത്.
അപ്പോൾ അങ്ങനെ ആ ഫോൺ പരിശോധിച്ചപ്പോൾ അതിൻ്റെ ഗ്യാലറിയിൽ ഈ മരിച്ച സ്ത്രീയെ ആയിട്ടുള്ളൊരു വീഡിയോ, അതിൻ്റെ അകത്ത് മരിച്ച സ്ത്രീയെയാണ് കാണാൻ പറ്റുള്ളൂ. ബാക്കി സംസാരിക്കുന്ന ആൾ അത് സംസാരത്തിൽ നിന്ന് അത് നൗഷിദാന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് അവരെ മിനിറ്റുകളോളം വിചാരണ നടത്തിക്കൊണ്ടിരിക്കണം. അവരോട് ഓരോ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞ് ചോദിച്ച് അവരത് ചെയ്തു എന്നിങ്ങനെ സമ്മതിച്ചുകൊണ്ടിരിക്കുന്നതും അവരെ എന്തോ ആയുധം വെച്ച് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെയുള്ള വീഡിയോ ആണ്. ആ വീഡിയോ വിശദമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഈ നൗഷിദ് മരിച്ച സ്ത്രീയെ അവരെ ഉപദ്രവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവരെ വിളിച്ചു വരുത്തിയതെന്നും അങ്ങനെ വിളിച്ചു വരുത്തി അവർക്കെതിരെയുള്ള അയാളുടെ ആരോപണങ്ങൾ എല്ലാം ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരു ആരോപണം പറയുന്നത് ഇവർ ഈ മരിച്ച സ്ത്രീ അവരുമായിട്ട് അടുപ്പത്തിലാണെങ്കിൽ പോലും നൗഷിദിനെതിരെ ദുർമന്ത്രവാദം നടത്തിയിട്ടുണ്ട്, എന്തോ ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ പ്രവർത്തികൾ കൊണ്ട് അയാൾക്ക് ശാരീരികമായ ന്യൂനതകൾ ഉണ്ടാവുന്നുണ്ടെന്ന് അയാൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് അങ്ങനെ ശാരീരിക ന്യൂനതകൾ ഉണ്ടാവുന്നത് ഇയാൾ മറ്റാളുകളുടെ അടുത്ത് പോകാതിരിക്കാൻ വേണ്ടി, മറ്റ് സ്ത്രീകളോടൊന്നും ബന്ധമുണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ മരിച്ച സ്ത്രീ നടത്തിയ ചില ദുഷ്പ്രവർത്തികൾ കൊണ്ടാണ് അയാൾക്ക് അങ്ങനെ വരുന്നത് എന്ന് അയാൾ അവരോട് അത് പറയുന്നുണ്ട്. അവർ അങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവരെ ഭീഷണിപ്പെടുത്തി അത് സമ്മതിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ആരോപണം, ഇവർ രണ്ടും കൂടെ ഒരുമിച്ച് താമസിക്കുന്ന ദിവസം നേരം വെളുത്ത് കഴിയുമ്പോൾ ഇയാളുടെ വായിൽ ചോര ഉള്ളതായിട്ട് അയാൾക്ക് തോന്നുന്നു. അതങ്ങനെ ഉണ്ടായത് ഇവരുടെ പ്രവർത്തികൾ കൊണ്ടാണ്, ഇവർ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾ കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അയാളെ രാത്രി മരുന്ന് കുത്തിവെക്കുന്നു. അങ്ങനെ മരുന്ന് കുത്തിവെച്ച് ഇയാളെ തളർത്താൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ചില ആരോപണങ്ങൾ ഇവരോട് ചോദിക്കാനും ആ ആരോപണങ്ങൾ വച്ച് അവരെ വിചാരണ ചെയ്യാനും ആണ് അയാളന്ന് വിളിച്ചു വരുത്തിയിരുന്നത്. അങ്ങനെ വിചാരണ ചെയ്ത് ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ച് അവരെ നിസ്സഹായ അവരെ ആ മുറിയിലിരുത്തി അവസാനം ഇയാൾ ഈ മരിച്ച സ്ത്രീയെ കുത്തിക്കൊല്ലുന്നതാണെന്ന് സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായി. പക്ഷേ വീഡിയോയിൽ അത് അയാൾ കുത്തുന്ന വീഡിയോയിലില്ല. അതിന് മുമ്പുള്ള സംസാരങ്ങളും അവരെ ആക്രമിക്കാൻ വേണ്ടി ആണ് ഇയാൾ ആയുധമായിട്ടാണ് നിന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവരുടെ സംഭാഷണത്തിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ആ വീഡിയോകളിൽ നിന്ന് ക്ലിയർ ആവുന്നതാണ്. പക്ഷേ കുത്തുന്നത് ആ വീഡിയോയിലില്ല. എന്നാലും ആ വീഡിയോയിൽ നിന്ന് ഇയാളാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നുള്ള കാര്യം ഏകദേശം ബോധ്യമാവുന്ന രീതിയിലുള്ള വീഡിയോകളാണ്. അത് വെച്ച് നൗഷിദിനെ വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ ഈ കുറ്റകൃത്യം അയാൾ സമ്മതിച്ചു. അയാൾ മരിച്ച സ്ത്രീയെ അന്ന് ഈ ഓയോ ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തിയതാണ്. അവിടെ ആ ലോഡ്ജിലെ അവർ താമസിക്കാറുള്ള റൂമിൽ വെച്ച് ഇവരോട് ഈ കാര്യങ്ങൾ ചോദിച്ച് അവരുമായിട്ട് തർക്കത്തിലേർപ്പെട്ടു. ആ തർക്കത്തിലേർപ്പെട്ട് അവസാനം ഇയാളെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന കത്തി എന്ന് പറഞ്ഞാൽ അയാൾ ഇതിനു വേണ്ടി പ്രത്യേകമായിട്ടന്ന് വാങ്ങി വെച്ചിരുന്നതാണ്. ആ കത്തി അവിടെ ഓയോ ലോഡ്ജിൽ കത്തിയില്ല, അതുകൊണ്ട് അതിനുവേണ്ടി അയാൾ പ്രത്യേകം വാങ്ങി വെച്ചിരുന്ന ഈ കത്തി വെച്ച് അവരെ കുത്തിക്കൊല്ലുകയും ആ കൊന്നതിന് ശേഷം ഇയാൾ കത്തി ലോഡ്ജിൻ്റെ മേളിൽ കയറിയിട്ട് അടുത്തൊരു കെട്ടിടത്തിലേക്ക് എറിഞ്ഞു കളയുകയും തിരിച്ചു വന്നപ്പോഴത്തേക്കും ഈ ബഹളമൊക്കെ കേട്ടിട്ട് ആ ഓയോ ലോഡ്ജിലുണ്ടായിരുന്ന മറ്റു പണിക്കാരൻ മുതലാളിയെ വിളിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ മുതലാളിയെ വിളിച്ച് പറഞ്ഞ് മുതലാളി പോലീസ് സ്റ്റേഷനിലേക്ക് ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടാണ് പോലീസ് അവിടെ എത്താനിടയായത്. അങ്ങനെ പോലീസ് എത്തിയതുകൊണ്ട് അയാൾക്ക് അവിടെ നിന്ന് മാറിപ്പോകാനോ അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോണിൽ നിന്നുള്ള ദൃശ്യങ്ങൾ മായ്ക്കാനോ അയാൾക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ ഈ മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ കേസിൽ നൗഷിദിനെ അല്ലാതെ മറ്റൊരാളെ സംശയിച്ച് പോകാതെ പോലീസിന് നൗഷിദിലേക്ക് തന്നെ എത്താൻ പറ്റിയത്. അങ്ങനെ ഒരു ദൃശ്യങ്ങളില്ലെങ്കിൽ നൗഷിദ് മറ്റൊരാൾ വന്നാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാളെ അന്വേഷിച്ച് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കുറ്റകൃത്യങ്ങൾ നേരിട്ട് കണ്ട് മറ്റാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ദൃശ്യങ്ങൾ ഈ കേസിലേക്ക് നിർണായകമായ ഒരു തെളിവാവുകയും അങ്ങനെ നൗഷിദിനെ ഈ കേസിലേക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയും ഈ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആയുധവും അതുപോലെ കേസിലേക്കുള്ള മറ്റ് തെളിവുകളൊക്കെ ഇയാളിൽ നിന്ന് കണ്ടെത്തുകയും കേസ് കോടതിയിൽ ചാർജ് കൊടുക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതുവരെ നൗഷിദിന് ജാമ്യം കിട്ടിയിട്ടില്ല. അയാൾ ഇപ്പോഴും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞു വരികയാണ്. ഈ കേസിൽ ഈ മരിച്ച സ്ത്രീയും നൗഷിദും സോഷ്യൽ മീഡിയയിൽ കൂടി പരിചയപ്പെട്ട് അവർ പ്രേമത്തിലാവുകയാണ് ഉണ്ടായത്. ആ പ്രേമത്തിലായതിനെ തുടർന്നുണ്ടായ പിന്നീടുണ്ടായ ആ ബന്ധത്തിലുണ്ടായ വിള്ളലാണ് ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. അപ്പോൾ എൻ്റെ സർവീസ് ജീവിതത്തിൽ ഞാൻ ഇതുപോലെയുള്ള കുറേ
കൊലപാതകങ്ങളും അതുപോലെ ആത്മഹത്യകളും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാം ശ്രദ്ധയിലുണ്ടായിരിക്കും, ഈ അടുത്തിടയ്ക്ക് കാലടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു പെൺകുട്ടിയെ അവളുടെ സുഹൃത്ത് തന്നെ കല്ലിനിടിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ, എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്, സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു പെൺകുട്ടിയെ കൊച്ചി സിറ്റിയിൽ നിന്നും വാൽപ്പാറ കൊണ്ടുപോയി വാൽപ്പാറയിൽ വെച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലാതെ ധാരാളം ആത്മഹത്യകൾ ഈ പ്രേമത്തിൻ്റെ പരാജയം മൂലം ഉണ്ടാവുന്നുണ്ട്. അത് കൂടുതൽ ചർച്ച ചെയ്യാതെ അങ്ങ് പോവുകയാണ്. പ്രേമത്തിൽ ആരെങ്കിലും ഇട്ടിട്ട് പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദുഃഖം കൊണ്ടുണ്ടാകുന്ന ആത്മഹത്യകൾ ഒരുപാട് പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ടാവുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും ആളുകളെ നോക്കി മനസ്സിലാക്കിയേ ഒരു ബന്ധത്തിലേക്ക് ചെന്ന് ചേരാമുള്ളൂ. നമ്മുടെ ജീവിതം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് യോജിച്ച ആളാണോ എന്നുള്ള കാര്യം മനസ്സിലാക്കി വേണം ഒരാളുമായിട്ട് അടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതം അയാളുമായിട്ട് പങ്കുവയ്ക്കണം എന്നുള്ള തീരുമാനമൊക്കെ എടുക്കാനുള്ളത്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ 2023 ഒരു കേസ് റിപ്പോർട്ടായി. അത് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒരു 2 കിലോമീറ്റർ ചിറ്റൂർ റോഡിൽ കൂടി വടക്കോട്ട് മാറിയിട്ടുള്ള അവിടെ ഒരു അയ്യപ്പൻകാവ് എന്ന് പറഞ്ഞാൽ പ്രശസ്തമായൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ അവിടെ ചേർന്നുള്ള ഒരു ആയുർവേദ ആശുപത്രിയിൽ അവിടുത്തെ അന്ന് ഡോക്ടർ ഉണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ ഹെൽപ്പറായിട്ട് ജോലി ചെയ്യുന്ന, ഡോക്ടറുടെ ഹെൽപ്പറായിട്ട് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീയെ, അവരെ ഏകദേശം ഒരു 35 വയസ്സ് പ്രായമുള്ളൊരു സ്ത്രീയാണ്, അവരെ ഡോക്ടറുടെ പരിചയക്കാരനെന്നും പറഞ്ഞുകൊണ്ട് ഒരു ആളവിടെ കയറി വന്ന് അവരോട് സംസാരിച്ച് പെട്ടെന്ന് തന്നെ ബലപ്രയോഗത്തിലൂടെ അവരെ ആ റൂമിൽ വെച്ച് കീഴടക്കി അവരെ റേപ്പ് ചെയ്തു എന്നുള്ളൊരു പരാതിയാണ് നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തിയത്. വളരെ ഗൗരവമുള്ള പരാതിയായത് കാരണം അപ്പം തന്നെ അതിന് കേസ് രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ അന്വേഷണങ്ങൾ തുടങ്ങി. ഈ പരാതി കിട്ടിയത് രാത്രിയായിരുന്നു. സംഭവം നടന്നത് വൈകിട്ട് 3:30 കൂടി എന്നാണ് മൊഴിയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ പട്ടാപ്പകൽ ടൗണിൽ വെച്ച് നടന്നിരിക്കുന്ന ഒരു റേപ്പാണ്. അപ്പോൾ ആ പരാതിയെക്കുറിച്ച് ആദ്യം ഒരു സംശയമാണ് തോന്നിയത്. കാരണം അയ്യപ്പൻകാവ് ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ചിറ്റൂർ റോഡിലെ ഏറ്റവും തിരക്കുള്ളൊരു ഭാഗമാണ്. അതിനോട് ചേർന്നുള്ള ഒരു ആയുർവേദ ആശുപത്രിയിലാണ് ഇങ്ങനെയൊരു സംഭവം നടന്നിരിക്കുന്നത് എന്നാണ് ഈ പരാതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് പോയി അന്നത്തെ ഇൻസ്പെക്ടറും എല്ലാം ആ സ്ഥലത്ത് പോയി പരിശോധനകൾ നടത്തിയപ്പോൾ അതിന് ഒരു സാധ്യത ഉള്ളതായിട്ട് അവർക്ക് തോന്നി. കാരണം അത് ഏറ്റവും തിരക്കുള്ള റോഡിൽ തന്നെയാണെങ്കിൽ പോലും ഈ ആശുപത്രിയുടെ ഉള്ളിലേക്ക് അധികം ആളുകൾക്ക് കാഴ്ച കിട്ടില്ല. അപ്പോൾ ആശുപത്രിയുടെ ഉള്ളിൽ ഒരാൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ പുറമേയുള്ള ആളുകളുടെ ശ്രദ്ധയിൽ അത് പെട്ടെന്ന് പെടില്ല. അതുപോലെ തന്നെ ഈ സ്ത്രീക്ക് ഇങ്ങനെയൊരു പരാതി പറയേണ്ട ഒരു സാഹചര്യം ആരെങ്കിലും പേര് പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല പരാതി പറഞ്ഞിട്ട്. അപ്പോൾ ഒരു കളവായുള്ള പരാതി കൊണ്ട് വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ കേസിൻ്റെ പ്രതിയെ കണ്ടെത്താനുള്ള, അല്ലെങ്കിൽ കേസ് തെളിയിക്കാനുള്ള ഒരു അന്വേഷണം അപ്പോൾ തന്നെ തുടങ്ങി. ഈ ചിറ്റൂർ റോഡിൻ്റെ ആ ഭാഗത്ത് ധാരാളം CCTV ക്യാമറകളുള്ളതാണ്. പക്ഷേ ഈ ആശുപത്രിയുടെ അകത്തേക്ക് ഒരു വ്യൂ കിട്ടുന്ന CCTV ക്യാമറകളൊന്നും അവിടെ നിന്ന് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരാൾ വന്നതായിട്ട് ഒരു ദൃശ്യങ്ങളൊന്നും CCTV പരിശോധന, സാധാരണ അന്വേഷണ രീതിയിലുള്ള പോലെ CCTV പരിശോധനയിൽ നിന്നും കൃത്യമായൊരു ദൃശ്യം കിട്ടിയില്ല. പിന്നീടുള്ള അന്വേഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള മോഡസ് ഓപ്പറാണ്ടിയുള്ള രീതികളുള്ള ആളുകളെ കണ്ടെത്തി അവരുടെ ഇതിലേക്കുള്ള സാന്നിധ്യം പരിശോധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ലിസ്റ്റുകൾ പരിശോധിച്ചാൽ അങ്ങനെ ഒരു മോഡസ് ഓപ്പറാണ്ടിയുള്ള ആളുകളുടെ കൂടുതൽ വിവരങ്ങൾ കിട്ടിയില്ല. ഇങ്ങനെ ഏതെങ്കിലും കടയിൽ കയറി ഒരാളെ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസുകളൊന്നും ഉള്ളതായിട്ടുള്ള വിവരം കിട്ടിയില്ല. അങ്ങനെ ഈ കേസിൻ്റെ അന്വേഷണത്തിൽ കൂടുതൽ തെളിവുകളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രതിയെ കണ്ടിട്ടുള്ളത് ഈ പരാതിക്കാരി മാത്രമാണ്. അപ്പോൾ പരാതിക്കാരിയുടെ വിവരണങ്ങൾക്കനുസരിച്ച് ഒരു രേഖാചിത്രം വരച്ച് ആ രേഖാചിത്രവുമായിട്ട് അന്വേഷണം നടത്താം എന്നുള്ള രീതിയിൽ പരാതിക്കാരിയുടെ വിവരണപ്രകാരം ഒരു രേഖാചിത്രം തയ്യാറാക്കി. അങ്ങനെ ആ രേഖാചിത്രം തയ്യാറാക്കി ആ കൃത്യസ്ഥലത്തും ഒക്കെ അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും ഇയാളെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടിയിട്ടില്ല. അത് ഒരു തിരക്കുള്ള സ്ഥലമാണ്. അവിടെ പരിചയമില്ലാത്ത ഒരാൾക്ക് അവിടെ വന്ന് ഇത്രയും കുറ്റകൃത്യം നടത്താൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ആ ഭാഗത്തൊക്കെ നമ്മൾ അന്വേഷണം നടത്തിയത്. പക്ഷേ അപ്പോഴും ഈ കേസിലേക്ക് തുമ്പൊന്നും കിട്ടിയില്ല.
തുടർന്ന് സാധാരണ ഈ പോലീസിൻ്റെ ഈ കുറ്റവാളികളേക്കുള്ള വിവരങ്ങൾ എല്ലാ സ്ഥലത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രതിയെക്കുറിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സൂചന പ്രകാരം ആളെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇക്കാര്യം ഈ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളെ അവർക്ക് അയച്ചു കൊടുക്കുകയും അവർക്ക് ആർക്കെങ്കിലും ഈ ആളെ തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ള ഒരു പരിശോധന നടത്താറുമുണ്ട്. അങ്ങനെ ഈ കേസിലേക്ക് തയ്യാറാക്കിയ രേഖാചിത്രം എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കുള്ള സ്ക്വാഡുകാരെ അവർക്ക് അയച്ചു കൊടുത്ത് പരിശോധന നടത്തിയപ്പോൾ കോട്ടയത്ത് നിന്ന് ഒരു വിവരം കിട്ടി. റേപ്പിൻ്റെ ഒരു കേസില്ലെങ്കിലും ഇതുപോലെ കടകളിലൊക്കെ കയറിയിട്ട് അവിടെ പണം തട്ടിച്ചെടുക്കുന്ന ഒരു പ്രതിയുണ്ട്. അയാളുടെ പേര് രാജേഷ് ജോർജ് എന്നാണ്. അയാൾ ഇതുപോലത്തെ കുറ്റകൃത്യം ചെയ്യുന്ന ആളാണ്. ഇയാൾ പല കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട ആളാണ്. ഈ ചിത്രത്തിന് അയാളുടെ ചിത്രമായിട്ട് സാമ്യമുണ്ട് എന്നുള്ള വിവരം കിട്ടി. അങ്ങനെ ഈ രാജേഷ് ജോർജിനെ, അപ്പോൾ ആ സമയത്ത് രാജേഷ് ജോർജിൻ്റെ കൃത്യമായ ചിത്രം പോലീസിൻ്റെ കയ്യിലില്ല. വിവരം കിട്ടിയ പോലീസ് സ്റ്റേഷനിലും അയാൾ കൃത്യമായ വിവരമില്ല. അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഈ രാജേഷ് ജോർജ് ഉൾപ്പെട്ട ചില കേസുകളുടെ വീഡിയോ ദൃശ്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഈ രാജേഷ് ജോർജിൻ്റെ ഒരു ചിത്രം തയ്യാറാക്കി ഈ പരാതിക്കാരിയെ കാണിച്ചു കൊടുത്തപ്പോൾ പരാതിക്കാരി ഈ കേസിലെ പ്രതി ഇയാൾ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ അയാളുടെ രീതികളെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അയാൾ കേരളത്തിൽ മിക്കവാറും പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്ക് കേസുള്ളതാണ്. ഇയാളുടെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടകളിൽ അധികം തിരക്കില്ലാത്ത സമയത്ത് ആ കടകളിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ മാത്രമുള്ള സമയത്ത് ആ കടയിൽ ചെന്നിട്ട് ഈ കടയുടെ ഉടമസ്ഥൻ്റെ സുഹൃത്താണെന്നോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു കഥ അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരോട് അവിടെ നിന്ന് പണം വാങ്ങിക്കൊണ്ടു പോകുന്ന ഒരു രീതിക്കാരനാണ് രാജേഷ് ജോർജ്. അതിന് അയാൾക്ക് പല പോലീസ് സ്റ്റേഷനിലും പെരുമ്പാവൂർ, കൂത്താട്ടോളം, അതുപോലെ കോട്ടയം ഈസ്റ്റ്, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഇയാൾക്കെതിരെ കേസുകളുണ്ട്. ഒരുപാട് കേസുകൾ ഇത് റിപ്പോർട്ടാവാതെ പോകുന്നുണ്ട്. അതിൻ്റെ കാരണം തന്നെ ചെറിയ എമൗണ്ടൊക്കെ ആണെങ്കിൽ അതിനെതിരെ പരാതിയായിട്ടൊക്കെ നടക്കാൻ മടിയുള്ള ആളുകൾ കാര്യം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുമെങ്കിലും പിന്നീട് അതിന് കേസൊന്ന് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാൻ തയ്യാറാവാത്ത ഇതുകളുണ്ട്. പക്ഷേ ഇങ്ങനത്തെ കുറ്റകൃത്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ള ഒരാളാണ് രാജേഷ് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ രാജേഷിനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അയാളെ അറസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം അയാൾ സ്ഥിരമായിട്ടൊരു താമസം ഒരു സ്ഥലത്തുള്ള ആളല്ല എന്നുള്ളതാണ് ആദ്യത്തെ ഞങ്ങളുടെ അന്വേഷണ സമയത്ത് വിവരം കിട്ടിയത്. ഇയാളെ കണ്ടെത്താനും ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രത്യേക സംഘം തന്നെ ഉണ്ടാക്കി ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ച് ഇയാളെ ഏതെങ്കിലും രീതിയിലും കണ്ടെത്താൻ പറ്റുമെന്നുള്ള അന്വേഷിച്ചിരിക്കുമ്പോഴാണ് കോട്ടയത്ത് നിന്ന് ഇയാളുടെ യഥാർത്ഥ സ്ഥലം പത്തനംതിട്ടയാണ്. പക്ഷേ കോട്ടയത്ത് നിന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇയാൾ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും അവിടെ അയാൾ കുടുംബമായിട്ട് അവിടെ എന്നുള്ള ഒരു വിവരം, അയാൾക്കൊരു കാറൊക്കെ ഉണ്ടെന്നുള്ള വിവരം ഈ കോട്ടയത്തുള്ളൊരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിവരം കിട്ടി. അങ്ങനെ അത് അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ അങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുന്നതായിട്ട് മനസ്സിലായി. അപ്പോൾ പക്ഷേ ആ സമയത്തും അയാൾ സ്ഥിരമായിട്ട് വീട്ടിൽ വരുന്നില്ല. അയാൾ വീട്ടിൽ വരുന്ന സമയം നോക്കി വേണം അയാളെ മനസ്സിലാക്കി അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇത് എത്രത്തോളം അയാളുടെ അയൽവക്കക്കാരോടൊക്കെ ഈ കാര്യങ്ങൾ ചോദിച്ച് അയാൾ വരുന്ന വിവരങ്ങൾ അറിയിക്കാൻ പറ്റുന്നുള്ളത് അത്ര വിശ്വസനീയമല്ല. എന്നാലും അയാളെക്കുറിച്ച് മറ്റ് വിവരങ്ങളില്ലാത്തതുകൊണ്ട് അയാളെ അവിടെ വരികയാണെങ്കിൽ വിവരം അറിയിക്കാൻ വേണ്ടി അയൽവക്കക്കാരെയൊക്കെ ചട്ടം കെട്ടി പോലീസ് ഞങ്ങളുടെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പലതവണ കാത്തിരുന്നെങ്കിലും അയാളെക്കുറിച്ചുള്ള വിവരമൊന്നും കിട്ടിയില്ല. രാജേഷിനെ കണ്ടെത്താനുള്ള പല ശ്രമങ്ങളും നടത്തിയാലും അവർക്ക് അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാധാരണ പറ്റാത്ത ഒരു അബദ്ധം രാജേഷിന് പറ്റുന്നതും കൂത്താട്ടോളം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വെച്ചാണെന്ന് തോന്നുന്നു. അവിടെ ഇതുപോലെ ഈ സമാന രീതിയിലുള്ള പണം തട്ടിപ്പ് കേസ് അയാൾ ശ്രമിക്കുകയും അവിടെ വച്ച് അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോരാൻ പറ്റാതെ നാട്ടുകാരുടെ പിടിയിലാവുകയും അങ്ങനെ പോലീസിൻ്റെ അറസ്റ്റിലാവുകയും ചെയ്തത്. അങ്ങനെ അയാൾ അറസ്റ്റിലായതോടുകൂടി അയാളെ ഈ കേസിലേക്ക് വേണ്ടി അയാളെ കണ്ടെത്തി ചോദ്യം ചെയ്ത് അയാളെ അറസ്റ്റ് ചെയ്ത് അയാളുടെ വാദിയെ കാണിച്ച് തിരിച്ചറിഞ്ഞ് ആ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ കേസിലേക്ക് കൂടി ഉൾപ്പെടുത്തി അയാളുടെ പേരിൽ തെളിവുകളൊക്കെ ശേഖരിച്ച് ചാർജ് കൊടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ വാദിയെ കാണിച്ച് തിരിച്ചറിഞ്ഞതിന് ശേഷം രാജേഷിനെ കണ്ട് ചോദ്യം ചെയ്തപ്പോൾ സാധാരണ പോലെ തന്നെ ഇയാൾ പണത്തിൻ്റെ തട്ടിപ്പ് ലക്ഷ്യമാക്കിയാണ് ഈ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിനടുത്തുള്ള ഈ ആശുപത്രിയിലെത്തിയത്. പക്ഷേ ആശുപത്രിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സ്ത്രീ മാത്രമാണ് ഉള്ളൂ എന്നും അതുപോലെ തന്നെ ഈ ആശുപത്രിയുടെ ഉള്ളിൽ നിന്ന്
ഉള്ള ദൃശ്യങ്ങൾ പുറത്തേക്ക് അധികം ആളുകൾ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ മനസ്സിലായതോടുകൂടിയാണ് അയാൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഇതൊരു അവസരമായെന്ന് കണ്ടത് തുടർന്നാണ് ഈ സ്ത്രീയെ അവിടെ വെച്ച് അയാൾ ഉപദ്രവിക്കാനിടയായത്. അയാളുടെ സാധാരണയുള്ള രീതികളിൽ പണം മാത്രം ലക്ഷ്യമാക്കിയാണ് പോകാറ്. പക്ഷേ ഈ കാര്യത്തിൽ അയാൾ ആ അവസരത്തിൻ്റെ ആ സാഹചര്യത്തിലുള്ള അവസരം മുതലാക്കി അയാൾ ഇങ്ങനൊരു കുറ്റകൃത്യം ചെയ്യാനുണ്ടായത്.